ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ മെലിയാൻ വേണ്ടിയിട്ടുള്ള കോഫി കുടിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഹീറോ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ നേരെ വന്ന് കയറിയിട്ട് ഹലോ സാർ എന്ന് പറയുമ്പോൾ ആരാ നീ, എന്തിനാ ഇവിടെ വന്നതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ടായിരുന്നു. സാർ ഇതുപോലെ ഞാൻ ഹന്നയുടെ ഫ്രണ്ടാണ്, അവൾക്ക് തീരെ സുഖമില്ല സാർ, കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ, അത് കാരണം അവളില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ ജോലി ചെയ്യാനായിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ നീ ഇതെന്താ ഈ പറയുന്നത്, അവൾക്ക് ഇന്നലെ ഞാൻ കൊടുത്ത വർക്കെല്ലാം അവൾ കംപ്ലീറ്റ് ചെയ്ത് രാവിലെ എനിക്ക് മെയിൽ അയച്ചതായിരുന്നു, പിന്നെ ഈ രാവിലെ വേറെ എന്താ അവൾക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സാർ അവൾക്ക് തീരെ സുഖമില്ല, കുറച്ച് ദിവസം അവർക്ക് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അവളുടെ കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എനിക്കിതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മാത്രമല്ല എൻ്റെ ഓഫീസിലൊരു എംപ്ലോയിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എവിടെന്നോ കയറി വന്ന് നിനക്ക് ജോലി തരാനായിട്ട് എനിക്കെന്താ വട്ടുണ്ടോ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ ദൈവമേ, ഈ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഞാൻ ചെയ്യുന്നതെല്ലാം അബദ്ധമാണോ, എൻ്റെ ഈ മണ്ടത്തരം കൊണ്ട് എൻ്റെ ജോലി പോകരുത് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾക്കാകെ ഭ്രാന്തെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓഫീസിൽ എന്തോ വർക്കൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ നാളെ ഒരു സ്റ്റോറി എങ്ങാണ്ടോ കംപ്ലീറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പിക്ചറൊക്കെ വരയ്ക്കാനായിട്ട് നമ്മുടെ ഹീറോയിന് എന്തായാലും വന്നേ പറ്റത്തുള്ളൂ, അവളില്ലാത്ത കാരണം നമ്മളിനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഹീറോയോട് ചോദിക്കുന്ന സമയത്ത് ഹീറോയും ആ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള പെൺകുട്ടിയും കൂടെ പുറത്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടിരുന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മളിനി ഈ കുറച്ച് ദിവസത്തേക്ക് വേറെ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ തന്നെ അവളെ പോലെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടെത്താന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ നാളത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം, ഇതിനുള്ളിൽ ഞാൻ ആരെ ദൈവമേ കണ്ടുപിടിക്കുന്നുള്ള കൺഫ്യൂഷനിൽ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനും കഥ പുറത്തിപ്പുണ്ടായിരുന്നു. സാർ 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 ഞാൻ പറഞ്ഞത് എന്തായി സാർ, ഞാൻ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുക സാർ, അവൾ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്ന് ചെയ്യാം സാർ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ അത്യാവശ്യമാണല്ലോ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ശരി അങ്ങനെയാണെങ്കിൽ നീ അവൾ വരുന്നത് വരെ ഇവിടെ ജോലിക്ക് കയറിക്കോ, അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഹന്നയിലൊന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഹീറോയിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഉടനെ ഇവൾ ഓടിപ്പോയിട്ട് റെസ്റ്റ് റൂമിൽ പോയിരുന്നിട്ട് കോൾ എടുക്കുന്നുണ്ടായിരുന്നു. കോൾ എടുത്തിട്ട് ഹലോ സാർ, എനിക്ക് വയ്യ സാർ, സാർ എന്തിനാണ് ഇപ്പോൾ വിളിച്ചത്, എനിക്ക് തീരെ വയ്യ സാർ, ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഓഫീസിലേക്ക് എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല സാർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഉടനെ ഹീറോ ആണെങ്കിൽ നീ നിൻ്റെ ഏതെങ്കിലും ഫ്രണ്ടിന് ഇവിടേക്ക് പറഞ്ഞു വിട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ രാവിലെ പറഞ്ഞു വിട്ടായിരുന്നു സാർ, കുറച്ച് ദിവസത്തേക്ക് എന്തായാലും വരാനായിട്ട് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവിടുത്തെ വർക്കൊന്ന് പെൻഡിങ് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, അവൾ നന്നായിട്ട് വർക്കെല്ലാം ചെയ്യും സാർ, കുറച്ച് ദിവസത്തേക്ക് അവൾ അവിടെ നിർത്തിക്കൊള്ളാനായിട്ട് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ശരി അങ്ങനെയാണെങ്കിൽ നീ വരെ അവളിവിടെ നിന്നോട്ടെ, നന്നായിട്ട് റെസ്റ്റ് എടുക്ക്, കുറച്ച് ദിവസം മാത്രമേ ലീവ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കോൾ കട്ട് ചെയ്ത ഉടനെ നമ്മുടെ ഹീറോയിൻ ഓടി വന്നിട്ട് എന്തായി അവൾ ഓക്കെ പറഞ്ഞല്ലേ, എനിക്കറിയായിരുന്നു അവൾ ഓക്കെ പറയുമെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അതെങ്ങനെ നിനക്കറിയാം, അല്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവൾ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, അപ്പോൾ പിന്നെ അവൾ എന്തായാലും ഇതിന് ഓക്കെ പറയുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ എന്നിട്ട് ഓക്കെ എന്തായാലും നീ അവൾ കുറച്ച് ദിവസത്തേക്ക് വരുന്നത് വരെ നീ ഇവിടെ ജോലിക്ക് കയറുവാണ്, അതിന് മുന്നേ ആയിട്ട് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എനിക്ക് ഇതിനോട് പറഞ്ഞു തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് അവളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുത്തിട്ടിരുന്നത്. ആ സമയത്ത് ഇവളുടെ കയ്യിൽ ആ മജീഷ്യൻ ഒരു വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇവളുടെ കോഫിയുടെ ടേസ്റ്റ് ഇവളുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ തരുമെന്ന് പറഞ്ഞിട്ട് ആ വാച്ചിൽ ഇനി 5% കൂടി ഇവളുടെ ശരീരത്തിൽ ആ കോഫിയുടെ ടേസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് അതിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് പോകണമല്ലോ, ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അത് 3% ആകുന്നുണ്ടായിരുന്നു. ഉടനെ ഇവൾ പെട്ടെന്ന് ഹീറോയുടെ അടുത്ത് സാർ 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 ഞാൻ നാളെ മുതൽ വന്ന് കംപ്ലീറ്റ് വർക്ക് ഞാൻ നന്നായിട്ട് ചെയ്തു തരാം, എന്നാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി, മാത്രമല്ല വീട്ടിൽ വെച്ച് തന്നെ ഓൾറെഡി എനിക്ക് ഹന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതാണ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തോളാം, എനിക്ക് പോയേ പറ്റുള്ളൂ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് അവൾ ഓടി പോകുന്നുണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിൽ അവൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അവൾ പഴയതുപോലെ തടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ വിഷമിച്ച് നടന്നു വരുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സ്ഥലത്തിരുന്നിട്ട് അവളുടെ റൂംമേറ്റ് ആയിരുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കുന്ന അവൾ കാണുന്നുണ്ടായിരുന്നു. അവളും ഒന്നും അടക്കാത്തതുപോലെ നേരെ അവളുടെ കൂടെ ഇരുന്നിട്ട് ഡ്രിങ്ക്സ് എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓഫീസ് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കാറിൽ വരുന്ന സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ മദ്യപിക്കുന്നത് ഇവൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവൾക്ക് സുഖയില്ലാന്ന് പറഞ്ഞിട്ട് ഇവളെന്താ എന്നോട് കള്ളം പറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉടനെ തന്നെ അവനെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഹന്ന ഫോൺ എടുത്തിട്ട് ഹലോ സാർ പറയ് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ കഴിക്കുന്ന മദ്യം എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല ഞാൻ ഡ്രിങ്ക് ചെയ്യുന്നുള്ളത് സാറിന് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ എന്ന് ചോദിച്ചിട്ട് അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഹീറോ അവിടെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്, അപ്പോൾ നിൻ്റെ സ്ഥിര ഏർപ്പാട് ഇത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ അല്ല സാർ ഞാൻ പറയുന്നതെന്ന് കേൾക്കുന്ന പറയുമ്പോഴത്തേക്കും ഇനി മേലിൽ നീ എൻ്റെ ഓഫീസിലേക്ക് ജോലിക്ക് വരരുത്, എനിക്കിങ്ങനെ കള്ളം പറയുന്നവർ ഒട്ടും ഇഷ്ടമല്ല, നീ എന്തിൻ്റെ പേരിലാണ് എന്നോട് ഇങ്ങനെയൊക്കെ വലിയൊരു കള്ളത്തനം പറഞ്ഞെന്നുള്ളത് എനിക്കിനി അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ സാർ ഇപ്പോൾ വന്ന അവൾക്ക് ഈ കാര്യത്തെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല, എനിക്ക് ശരിക്കും സുഖമില്ലെന്ന് അറിയത്തുള്ളൂ, അവളോടൊന്ന് സാർ പറയരുതെന്ന് പറയുമ്പോൾ ഇനി
നീ എന്ത് പറഞ്ഞാലും അതൊന്നും കേൾക്കേണ്ട ആവശ്യം എനിക്കില്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനും മനസ്സിൽ വിഷമം തോന്നിയിട്ട് വീട്ടിൽ പോയിട്ട് ദുഃഖിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, എന്തൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത്, എല്ലാം തെറ്റിലേക്ക് തന്നെയാണല്ലോ പോകുന്നതെന്ന് വിചാരിച്ചിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നേരെ ആ കോഫി ഷോപ്പിലേക്ക് പോയിട്ട് പിന്നെയും കോഫി കുടിക്കുന്നുണ്ടായിരുന്നു. ശേഷം അവളിങ്ങനെ മെലിഞ്ഞിട്ടുള്ള നമ്മുടെ മെലിഞ്ഞ ഹീറോയിനായിട്ട് നേരെ ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, നീയും കൂടെ അറിഞ്ഞിട്ട് തന്നെയാണോ ഈ കള്ളക്കളികളെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ എന്താ സാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി എനിക്ക് കൂടുതലൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കാനൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മനസ്സിലിങ്ങനെ അവൻ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ അവൾ പറഞ്ഞതുപോലെ ഇവൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയത്തിണ്ടായിരിക്കില്ല. എന്തായാലും പോയി ജോലി എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവളോട് പറയുമ്പോൾ അവളും പോയിട്ട് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നൈസായിട്ട് പോയിട്ട് ജനൽ വഴി ഹീറോയിനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ അവളും തിരിയുമ്പോഴത്തേക്കും ഹീറോ ഇങ്ങനെ ഒളിച്ചു നിന്ന് നോക്കുന്നവൾ കാണുന്നുണ്ടായിരുന്നു. അവൾ കണ്ടു എന്നുള്ളത് ഇവന് മനസ്സിലാകുമ്പോൾ ഇവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അന്ന് ഈവനിങ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ, അതായത് ഈ മെലിഞ്ഞ ഹീറോയിൻ ഓഫീസിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ഡേ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കൊളീഗ്സിനെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ഒരു പാർട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പാർട്ടിയുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിലൊരു പയ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ബോസ് ആണെങ്കിൽ എപ്പോൾ നോക്കിയാലും ജോലി ഇത് മാത്രമേ അയാൾക്കുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പാർട്ടി വെച്ച് കഴിഞ്ഞാൽ വരത്തുമില്ല, ഇങ്ങനെ ഒരു പാർട്ടി അങ്ങനെ വെക്കത്തുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിനാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അവിടെ സത്യം പറയൂ, നിങ്ങളുടെ ബോസിന് എന്തെങ്കിലും റിലേഷൻഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ ഇതുവരെ എൻ്റെ അറിവിലില്ല, നിനക്ക് നോക്കണമെന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ അറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയും ആ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെൺകുട്ടിയും കൂടെ എന്തോ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരികെ വരുന്ന സമയത്ത് ഈ പെൺകുട്ടി നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്, ഇതുപോലെ അവളൊരു പാർട്ടി വെച്ചിട്ടുണ്ട്, നിന്നെ അവിടേക്ക് വിളിച്ചിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴായിരുന്നു ഹീറോയെ അറിയുന്നത് ഇതുപോലെ പാർട്ടി അവൾ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഇല്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് ഫോൺ എടുത്തിട്ട് അവളുടെ മെസ്സേജോ കോളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഉടനെ അവൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നീ എന്തായാലും തിരികെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അവൻ കാറിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറോയെ വിളിക്കാൻ നിൽക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവൾ വിചാരിച്ചു ബാക്കിയുള്ള കൊളീഗ്സിനോട് എല്ലാവരോടും പറയുമ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ ചേർന്നിട്ടാണല്ലോ ഈ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരിൽ ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവളായിട്ട് വിളിക്കാതിരുന്നത്. പക്ഷേ ഇതുപോലെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് 1-2 പേരൊക്കെ പോയി കഴിയുമ്പോഴായിരുന്നു ഇവരിതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ബോസിനെ വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അന്നേരം ഈ ചെക്കൻ ഇങ്ങനെ പറയുന്നുണ്ട്, ബോസിനെ വിളിക്കാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും വിഷമം എന്തെങ്കിലും കാണും, എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ബോസ് വീട്ടിൽ വന്നിട്ടുണ്ടാവും, നീ വീട്ടിൽ പോകുന്ന വഴിക്ക്, അതായത് നിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നീ ജസ്റ്റ് ബോസിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഒരു സോറി പറയും. മാത്രമല്ല സാറിൻ്റെ ഒരു സാധനം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതും കൂടി ഞാൻ എൻ്റെ കയ്യിൽ തരാം, നീ ബോസിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറയുന്നുണ്ടായിരുന്നു. ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു സാധനവും കൊടുത്ത് വിടുന്നുണ്ടായിരുന്നു. അവൾ നേരെ ഇതും കൊണ്ട് നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആളും അനക്കും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവൻ കൊടുത്തുവിട്ട സാധനമാണെങ്കിൽ ഒരു വിധത്തിൽ വീട്ടിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ആരോ നടന്നു വരുന്ന ഒരു ഒച്ച ഇവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അയ്യോ ദൈവം, ഇത് ആരാ വരുന്നെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ കയറി ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. നേരെ കയറി വരുന്ന നമ്മുടെ ഹീറോ ആയിരുന്നു കേട്ടോ. ഹീറോ വന്നപടി ഡോറൊക്കെ എന്തെങ്കിലും തുറന്നു കിടക്കുന്നത്, എൻ്റെ വീട്ടിലേക്ക് തന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഡൗട്ടിൽ എന്തായാലും ഒരു ഫോൺ കോളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് ദൈവം ഇത് എന്തായി കാണിക്കുന്നത്, ഇനി ഓരോ ഡ്രസ്സായിട്ട് അഴിക്കുമ്പോൾ അയ്യേ ഷെയിം എന്ന് പറഞ്ഞിട്ട് ഇവൾ പെട്ടെന്ന് നൈസായിട്ട് അവിടെ നിന്ന് ഓടി ബാത്റൂമിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഈ ബാത്റൂമിലേക്ക് കയറുന്ന സൗണ്ട് ഹീറോ നല്ല പക്കയായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാത്റൂമിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കള്ളനായിരിക്കും എന്ന് വിചാരിച്ച് നമ്മുടെ ഹീറോ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അതോടുകൂടെ നമ്മുടെ ഹീറോയിനെ കൈയോടെ അവൻ തോക്കുന്നുണ്ടായിരുന്നു. നീ അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ അല്ല സാർ ഞാൻ വേറൊന്നുമല്ല വന്നത്, നീ എന്താ മോഷ്ടിക്കാൻ വല്ലതും കയറിയതാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സാർ അങ്ങനെയൊന്നുമല്ല, ഇതുപോലെ ഞങ്ങൾ പാർട്ടിക്ക് വിളിക്കാത്തതിനൊരു സോറി പറയാനും പിന്നെ അവൻ എൻ്റെ കയ്യിൽ ഒരു സാധനം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു സാറ് തരാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, വേറൊന്നുമല്ല സാർ, എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ ഒരാളിങ്ങനെ നടന്നു വരുന്നൊരു സൗണ്ട് കേട്ടു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനങ്ങനെ ഒളിച്ചിരുന്ന് പോയതാ, അല്ലാതെ ഞാൻ കള്ളിയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തിൽ നമ്മുടെ ഹീറോ അത് വിശ്വസിക്കുന്നുണ്ട്. ശേഷം ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകാൻ സാറിന് പറഞ്ഞിട്ട് അവളിങ്ങനെ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് അവളുടെ കാല് സ്ലിപ്പായിട്ട് അതോടെ നമ്മുടെ ഹീറോയുടെ പുറത്തേക്ക് അവൾ വന്ന് വീഴുന്നുണ്ടായിരുന്നു. ഈ സീനും കണ്ടുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നത് ആ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ഓൾറെഡി നമ്മുടെ ഹീറോയുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു. അവൾ വന്ന പാടെ നമ്മുടെ ഹീറോയെ പിടിച്ച് എത്തിയിട്ട് നീ ഇതെന്താടി കാണിക്കുന്നത്, വന്നിട്ട് ഒരൊറ്റ ദിവസമായിട്ടുള്ളൂ, അതിന് മുന്നേ ബോസിലേക്ക് വളക്കാനൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് അവൾ നല്ലപോലെ ചീത്ത പറയുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് വന്നിട്ട് നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, നീ പറയുന്നത് കേൾക്കും, അങ്ങനെയൊന്നും വല്ലടി കേൾക്കെന്ന് പറയുമ്പോൾ അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പകുതൊക്കെ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാകുന്നുണ്ടായിരുന്നു. അവൾ അവിടെ നിന്നിട്ട് നേരെ ഓടിപ്പോകുന്നത് അവളുടെ റൂമിലേക്കായിരുന്നു, അതായത് അവളുടെ വീട്ടിലേക്കായിരുന്നു. ഇവൾ ഈ സ്റ്റെപ്പ് കയറി പോകുന്നത് നമ്മുടെ ഹീറോയിൻ്റെ റൂംമേറ്റ് പെൺകുട്ടി കാണുന്നുണ്ടായിരുന്നു. അവളുടനെ ഈ മെലിഞ്ഞ പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നു, എടി നിക്കടി അവിടെ കള്ളി എന്ന് പറഞ്ഞിട്ട് പുറകെ നിന്ന് വിളിച്ച് കൂവിക്കൊണ്ട് മേളിൽ കയറി പോകുന്ന സമയത്ത് റൂമിലേക്ക് കയറുന്നതും നമ്മുടെ ഹീറോയിനാണെങ്കിൽ പഴയതുപോലെ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ ഈ റൂംമേറ്റ് പെൺകുട്ടി നേരെ പോയിട്ട് നീ എങ്ങനെ ഇവിടെ എത്തി, ഇവിടേക്ക് ഓടി വന്നത് ഒരു മെലിഞ്ഞിട്ടൊരു പെൺകുട്ടിയാണല്ലോ, ആരാടി അതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരും വന്നില്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവിടെ ആരും വന്നില്ലടി, ഞാൻ ഇത്രയും നേരം ഇവിടെയല്ലേ ഉണ്ടായിരുന്നത്, നിനക്ക് ചുമ്മാ തോന്നിയതായിരിക്കും ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ശരിക്കും കണ്ടതാ ഒരു പെൺകുട്ടി ഇവിടേക്ക് ഓടി വരുന്നത്, അവൾ എവിടെ പോയി എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ, എന്താ
മെലിയാന്ന് പറഞ്ഞിട്ട് വല്ല ജിമ്മിൽ ചേർക്കാൻ വന്നതാണോ നിന്നെ, അതോ വല്ല ടാബ്ലറ്റും കൊണ്ട് വന്നതാണോ? സത്യം പറയും, അങ്ങനെയല്ലെങ്കിൽ മാത്രമേ നീ എന്നോട് ഇങ്ങനെ കള്ളത്തരം പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എടി അങ്ങനെയൊന്നുമില്ല, നീ ഇത് എന്തേ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പഴയതുപോലെ എനിക്ക് മെലിയണമെന്നൊന്നും ഇപ്പോൾ ഇല്ലടി. ഇപ്പോൾ ഈ ശരീരം അത് തന്നെ എനിക്ക് സൗന്ദര്യം എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൾ ഈ പറയുന്നത് മൊത്തം കള്ളത്തരമാണെന്നുള്ളത് ഈ റൂംമേറ്റ് പെൺകുട്ടിക്ക് മനസ്സിലായിട്ട് അവൾ പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഹീറോയിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ അവൾ ഇക്കാര്യം അവളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാറ് പറയുമ്പോഴത്തേക്കും ആരും തന്നെ വിശ്വസിക്കാത്ത കാര്യമാണല്ലോ, അതുപോലെ തന്നെ അവളും ഇക്കാര്യം വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇവൾ വിശ്വസിക്കാത്തത് കാരണം പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവളെ കൂട്ടുന്നൊരു കോഫി ഷോപ്പിലേക്ക് പോയിട്ട് അവളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് കോഫി കുടിച്ചിട്ട് ഇതുപോലെ മെലിഞ്ഞു പോവുകയാണ്. ഇത് കണ്ട പാടെ അവൾ അയ്യോ ഇത് നീ ഇങ്ങനെ ആയിപ്പോയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ ബാക്കിലായിട്ട് ബോധം കെട്ട് വീഴുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ബസ്സിൽ കയറ്റിയിട്ട് തിരികെ വരുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശമൊക്കെ അവളത് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഇതുപോലെ ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ട്, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവളുടെ ഈ റൂംമേറ്റ് പെൺകുട്ടി, എടി ഇപ്പം നീ പഴയതുപോലെ അല്ലല്ലോ, നന്നായിട്ട് മെലിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സുന്ദരി ആയിട്ടുണ്ട്. അതിനുശേഷവും നിനക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ ഇങ്ങനെ കൂനി കുറുക്കി നടക്കാതെ ഒന്ന് ഞെളിഞ്ഞൊന്ന് സെറ്റായിട്ട് നടക്ക്, അതല്ലേ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് നടക്കാനുള്ള രീതികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. ഹീറോയിനും അതുപോലെ നടന്ന് നേരെ ഓഫീസിലേക്ക് വരുന്നിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഇവിടെയാണെങ്കിൽ ആ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ഒരു പിശാചിനെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ നടന്ന സംഭവത്തിൽ ഇവളോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ പിടിച്ച് നിർത്തിയിട്ട്, എടി ഇങ്ങോട്ട് നോക്കിയേ, അവനെന്ന് പറയുന്നത് എൻ്റെ ആളാ, ഇനി മേലിൽ ഇങ്ങനെ അവൻ്റെ പുറകെ നടന്നിട്ട് അവനെ വശീകരിക്കാൻ എങ്ങനെ നോക്കിയാൽ അതോടുകൂടെ നിന്നെ ഞാൻ വെറുതെ വെച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. വന്നവിടെ എന്തിനാണ് ഈ രാവിലെ ഇങ്ങനെയുള്ള വഴക്ക് പറയുന്നത്, എപ്പോൾ നോക്കിയാലും ഇവിടെ വരുന്ന ഇങ്ങനെ കൊളീഗ്സിനോട്, അതും പെൺകുട്ടികളായിരിക്കുന്ന ആൾക്കാരോട് എല്ലാവരോടും നീ എന്തിനിങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവർക്ക് അവരുടെ ജോലി ചെയ്യാനല്ലേ വരുന്നത്, നീയും അതുപോലെ ഇവിടെ വന്ന ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കാതെ നിന്റെ ജോലിയും ചെയ്യാനും പറഞ്ഞിട്ട് അവളോട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഹീറോയുടെ അടുത്തേക്ക്, അതായത് അവൻ്റെ ക്യാബിനിലേക്ക് പോയിട്ട്, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്, വേറെ ഒന്നുമല്ല, നാളെ നമുക്കിപ്പോൾ ഒരു എപ്പിസോഡ് റിലീസ് ചെയ്യണമല്ലോ, പക്ഷേ അതിന് മുന്നേ ആയിട്ട് അതിലുള്ള ഹീറോയിൻ്റെയും സീനൊക്കെ നമുക്കൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് അവർക്ക് ഇനിയും സീനൊക്കെ ഒന്ന് കൊടുത്താലെന്ന് ചോദിക്കുമ്പോൾ, നാളെ രാവിലെ റിലീസ് ചെയ്യാനുള്ള എപ്പിസോഡാണ്, അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇതൊക്കെ ഇപ്പോഴാണ് വന്ന് പറയുന്നത്, അതുകൊണ്ട് തോന്നിയ ഐഡിയ തിരിച്ച് അതുപോലെ കയ്യിൽ വെച്ചിട്ട് അവിടെ പോയി ഒരു ജോലി ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആലോചിച്ച് നല്ലൊരു കാര്യം അയാളോട് പോയി പറയുമ്പോൾ അയാൾക്കതൊന്നും കേൾക്കാനുള്ളൊരു മനസ്സ് പോലും ഇല്ലല്ലോ, ദൈവമേ പൊട്ടി അല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവിടേക്ക് ബാക്കിയുള്ള കൊളീഗ്സ് എല്ലാവരും കൂടെ വന്നിട്ട്, നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാൻ പാടില്ല, അത് കാരണം എല്ലാവരും കൂടെ വന്നിട്ട് നമുക്കൊന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ അവരുടെ ജോലി സമയങ്ങളൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ തിരികെ വരാൻ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറഞ്ഞതിനെ പറ്റി അങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞ നല്ലൊരു ഐഡിയ തന്നെയാണ്. ഇതുപോലെ ഹീറോയിൻ കുറച്ചുകൂടെ സീൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡ്രാമ ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനുള്ള ടൈമില്ലല്ലോ, എല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ബാക്കിയുള്ള മെമ്പേഴ്സിനോട് എല്ലാവരോടും ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇതുപോലെ കുറച്ചുകൂടെ സീൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിലീസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് നാളെ നമുക്ക് രാവിലെ ആ എപ്പിസോഡ് റിലീസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു രാത്രിക്കുള്ളിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുമെന്ന്. പക്ഷെ ബോസ് ഇങ്ങനെ എല്ലാവർക്കും ഒരു ആത്മധൈര്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ റെഡി ആകുന്നുണ്ടായിരുന്നു. അതായത് ഇന്നേ ദിവസം ആരും വീട്ടിൽ പോകാതെ ഓഫീസിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഹീറോയിന് ഇത് മതിയല്ലോ, കോഫി ലെവൽ എപ്പോൾ താഴ്ന്നു അതോടെ ഇവളുടെ പഴയ ശരീരം തിരിച്ചു വരും, അതിനുള്ളിൽ എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക് തീർക്കാമെന്ന് പറഞ്ഞ് പോകുന്ന വരെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ചിട്ട് വാച്ച് നോക്കുന്ന സമയത്ത് 5% ഇനിയേ ഉള്ളൂ. ഇതിനുള്ളിൽ അവൾക്ക് വീട്ടിൽ ഓടി പോകണമല്ലോ. കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇരുന്ന് നോക്കിയിട്ട് ലാസ്റ്റ് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, സാർ ഇനി മേലെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല സാർ, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ ബാഗ് കൊടുത്തിട്ട് ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. ഇവിടെ ഓടി നിന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവളെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. നീ ഇത് എവിടേക്കാണ് പോകുന്നത്, ഇപ്പോൾ ഒന്നും പോകാൻ പറ്റത്തില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാണുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയുടെ കയ്യിലെ വാച്ചിലാണെങ്കിൽ ഇനി ഒരു 2% കൂടെ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിടുന്നുമില്ല, കയ്യിൽ പിടിച്ചിട്ട് വന്ന് വർക്ക് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവളാകെ ടെൻഷൻ അടിച്ച് കിളി പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.